കാർബൺ ഇസ് യുണീക്ക് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, കാർബൺ യുണീക്കാണ്. എന്തുകൊണ്ട് കാർബൺ യുണീക്ക് എന്ന് പറയുന്നത്? കാർബൺ ഇസ് യുണീക്ക് ഡ്യൂ ടു ടു പ്രോപ്പർട്ടീസ്. ഓക്കെ, രണ്ട് പ്രോപ്പർട്ടീസ് കാരണത്താലാണ് നമ്മൾ കാർബൺ യുണീക്ക് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെട്രാവാലൻസി. ടെട്രാവാലൻസി അതായത് നമ്മളിവിടെ വാലൻസി, അതായത് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ വാലൻസി നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊത്തം വാലൻസ് ഷെൽ ഇലക്ട്രോൺസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണത്. ഓക്കെ, ഇപ്പോൾ കാർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നമുക്കറിയാം 6 ആണെന്ന്, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ നമ്മൾ ഇലക്ട്രോണിക് ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്നത് 2, 4 ഇങ്ങനെ എഴുതുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് അവസാനത്തെ ഷെല്ല് എത്രയുണ്ട്? 4 ഉണ്ട്. ഈ ഷെല്ല് നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ഷെൽ എന്ന്. ഓക്കെ, വാലൻസ് ഷെൽ എന്ന് വിളിക്കുന്നത് ഈ അവസാനത്തെ ഷെല്ലിനെയാണ്. അപ്പോൾ ഈ ഷെല്ലിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്, ശരിയല്ലേ? ഒരിക്കലും 4 ഇലക്ട്രോൺസിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ലൂസ് ചെയ്യാൻ പറ്റില്ല. ഷെയർ ചെയ്യാം, പക്ഷേ ലൂസ് ചെയ്യാൻ പറ്റില്ല, അതായത് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 4 ഇലക്ട്രോൺസ് ആരും നമുക്ക് തരുവില്ല, മനസ്സിലായ? അപ്പോൾ നമുക്ക് ഈ അവസാനത്തെ ഷെല്ല് കംപ്ലീറ്റ് ആവണമെങ്കിൽ, അതായത് ഒക്ടെക്റ്റ് നമ്മൾ പറയും, ലാസ്റ്റ് ഷെല്ലിൽ നമുക്ക് ഫുള്ള് ഒരു ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഒരു ഷെല്ല് കംപ്ലീറ്റ് ആവാൻ നമുക്ക് 8 ഇലക്ട്രോൺസ് ആണ് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ 8 ഇലക്ട്രോൺസ്, ഇവിടെ കറക്റ്റ് 4 അല്ലേ ഉള്ളത്. അപ്പോൾ ആരും 4 നമുക്ക് തരില്ലല്ലോ. 4 തന്നാലേ കംപ്ലീറ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ 4 നമ്മൾ കൊടുക്കണം. 4 നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് വാട്ട്, ഈ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഇലക്ട്രോണിക് ഇതെങ്ങനെയാണ്? ഇത് നമ്മുടെ ന്യൂക്ലിയസ്. ഇപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഷെല്ല്, ഇതിനകത്ത് 2 എണ്ണം കൊള്ളും. പിന്നത്തെ ഷെല്ലിനകത്ത് എത്ര എണ്ണം കൊള്ളും? 4 എണ്ണം അല്ലേ? 1, 2, 3, 4 എണ്ണം കൊള്ളും. അപ്പോൾ ഈ ന്യൂക്ലിയസ് ഈ 2 ഷെല്ലിനോട് അടുത്തുള്ളത് കാരണം ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഈ ഷെല്ലിനെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയസ് എല്ലാവരും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാരണം ഈ അവസാനത്തെ ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസ് കൊടുക്കാനായിട്ട് ന്യൂക്ലിയസ് സമ്മതിക്കില്ല, മനസ്സിലായ? അപ്പോൾ ഈ 4 എണ്ണത്തിന് ഈ കാർബൺ ലൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ നമുക്ക് 4 ആരെങ്കിലും തരുമോ? അതുമില്ല. 4 ഇലക്ട്രോൺസ് ആരും നമുക്ക് തരില്ല. ഓക്കെ, 1 ഇലക്ട്രോൺ തരും, 2 എണ്ണം തരും, 3 എണ്ണം വരെയും തരും, പക്ഷേ 3ൽ കൂടുതൽ തരില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ 4 ഇലക്ട്രോൺസ് അങ്ങനെ തന്നെ നിൽക്കും. ഇവരെ നമ്മൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് എന്ന് വിളിക്കും, വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇനി ഇയാൾക്ക് ഒക്ടെക്റ്റ് കംപ്ലീറ്റ് ആവണമല്ലോ, കാർബണിന് ഒക്ടെക്റ്റ് കംപ്ലീറ്റ് ആക്കണ്ടേ? 8 എണ്ണം വേണമല്ലോ. ഇപ്പോൾ നമ്മൾ ചെറുതില്ലേ, ഹൈഡ്രജൻ, ഹീലിയം, അങ്ങനെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒക്ടെക്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും 2 എണ്ണം മതി മൊത്തത്തിൽ. കാരണം അവരുടെയൊക്കെ ഭയങ്കര ചെറുതല്ലേ, അവരുടെ അറ്റോമിക് നമ്പർ ഭയങ്കര ചെറുതല്ലേ. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഷെല്ല് മാത്രം കംപ്ലീറ്റ് ആയാൽ മതി. ബാക്കിയുള്ള വലിയ വലിയ ആൾക്കാരുടെ കേസിൽ നമുക്ക് ഒക്ടെക്റ്റ് 8 എണ്ണമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോവാലൻറ്റ് ബോണ്ടിങ് എന്ന് പറയും. ഓക്കെ, കോവാലൻറ്റ് ബോണ്ട് ചെയ്യും. ഓക്കെ, കോവാലൻറ്റ് ബോണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെട്രാവാലൻസി. അപ്പോൾ കാർബണിൻ്റെ അവസാനത്തെ ഷെല്ലിനകത്ത് 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും കാർബൺ ടെട്രാവാലൻ്റ് ആണെന്ന് പറയും. ഓക്കെ, കാർബണിന് 4 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ളതുകൊണ്ടാണ് നമ്മൾ ടെട്രാവാലൻസി, അവർ ടെട്രാവാലൻ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ഇനിയിപ്പോൾ പറയാം. അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറയട്ടെ, ഇപ്പോൾ കാർബൺ, SI, SN, PB ഇവരെല്ലാവരും എന്താണ് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ, 4 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. ഓക്കെ, പക്ഷേ ഇവരിൽ നിന്നൊക്കെ അപ്പം എന്തുകൊണ്ടാണ് കാർബൺ ടെട്രാവാലൻ്റ് നമ്മൾ എടുത്തു പറഞ്ഞു? അപ്പം എന്താ കാർബണിന് മാത്രമുള്ള പ്രത്യേകത എന്താണ്? ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഓക്കെ, ഗ്രൂപ്പ് 14 ആൾക്കാരാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് 14 ഏറ്റവും ചെറിയ അറ്റോമിക് നമ്പറുള്ള ആൾ കാർബണാണ്. ഈ കാർബണിന് എന്തായിരിക്കും? വാലൻസ് ഇലക്ട്രോൺസ് 4 എണ്ണവും ഉണ്ട്, മനസ്സിലായ? പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വലുതായിട്ട് അവർക്ക് 4 എണ്ണമേ ഉള്ളൂ, മനസ്സിലായ? അപ്പോൾ വലുതായ ഇവരുടെയൊക്കെ അറ്റോമിക് നമ്പർ വലുതാണ്. ഓക്കെ, വലിയ അറ്റോമിക് നമ്പറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഒത്തിരി വലുതാണ്, എന്നിട്ടാണ് 4 കാർബൺ ഉള്ളത്, 4 ഇലക്ട്രോൺസ് ഉള്ളത്.
വാലൻസ് ഷെല്ലിൽ. പക്ഷേ ഇയാൾ ചെറുതായിട്ടും ഇയാൾക്ക് എന്തുണ്ട് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് കാർബണിനുള്ള ടെട്രാ വാലൻസി നമ്മൾ എടുത്തു പറയാനുള്ള ആ ഒരു പ്രത്യേകത. ഓക്കെ, ഇവരൊക്കെ വലുതാണ്, എന്നിട്ടാണ് അവർക്ക് 4 ഇലക്ട്രോൺസ് ഉള്ളത്. പക്ഷേ ഇയാൾ ചെറുതായിട്ടും ഇയാൾക്ക് 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ്. ഓക്കെ, ഇനി അപ്പോൾ ഈ കാർബണ് അവർക്ക് മറ്റേ വാലൻസ് ഷെൽ കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ 4 ഇലക്ട്രോൺസിനെ അവർ ലൂസ് ചെയ്യോ അല്ലെങ്കിൽ വേറെ ആൾക്കാരിൽ നിന്ന് ഗെയിൻ ചെയ്യോ ചെയ്യില്ല. അതായത് മേടിക്കുകയില്ല, ഉള്ളത് കൊടുക്കുകയില്ല. പക്ഷേ അവരെന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഓക്കെ, ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഷെയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ.